ഏറെ ശ്രദ്ധിക്കപ്പെട്ട അംഗീകാരങ്ങൾ ലഭിച്ച റാം കെയർ ഓഫ് ആനന്ദി വിമർശിക്കപ്പെടുമ്പോൾ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ തന്നെ ഞങ്ങളോടൊപ്പം തത്സമയം അതിഥിയായി എത്തുകയാണ്. ഗുഡ് ഈവനിങ് അഖിൽ. യെസ് അഖിൽ, ഇപ്പോൾ കേട്ടിരിക്കുന്ന അതുപോലുള്ള വിമർശനങ്ങൾ അതിങ്ങനെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കട്ടെ, എന്താണ് തോന്നുന്നത്? വിമർശനം അത് അവരുടെ സ്പേസ് ആണ്. ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഫ്രീഡം ആണ്. ഇപ്പൊ സീനിയർ റൈറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള വിമർശിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ സ്പേസ് ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുത്തില്ല. ഇപ്പം ആരും വിമർശിക്കുന്നതിന് എതിരായിട്ട് നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ ചിലതൊക്കെ പേഴ്സണൽ അറ്റാക്കിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കൽപ്പറ്റ സാറൊക്കെ ഞാൻ കുട്ടിക്കാലം തൊട്ട് മീൻസ് നമ്മൾ ആ ഒരു എഴുത്തിന്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് അറിയുന്ന വ്യക്തികളാണ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ അകത്തു നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹം എന്റെ കൃതി വായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇതിന്റെ അകത്ത് പോസിറ്റിവിറ്റി എടുക്കുന്നതാണ്. അദ്ദേഹം എന്റെ ബുക്ക് വായിച്ചല്ലോ, അതിനുവേണ്ടി എഫേർട്ട് എടുത്തല്ലോ ആ ഒരു ടൈം. അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല, അത് ഓക്കെ. പിന്നെ എന്നെ ഒരു ബിസിനസ്സുകാരനായിട്ട് പറയുന്നത് എനിക്ക് ബിസിനസിന്റെ അവാർഡാണ് തരുന്നത്. ഓക്കെ, എനിവേ അതും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഇതിന്റെ അകത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് എന്റെ ആദ്യത്തെ 2 പുസ്തകങ്ങളുണ്ട്, ഓജോബോർഡ് മെർക്കുറി ഐലൻഡ്. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അപ്പൊ ഞാനൊരു നല്ല ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ എനിക്ക് ഈ ആദ്യത്തെ 2 പുസ്തകങ്ങളും ഇതുപോലെ തന്നെ 50 എഡിഷനും 60 എഡിഷനും ഒക്കെ എത്തിക്കാൻ പറ്റുമായിരുന്നു. ഇത്രയും ലക്ഷം കോപ്പികളും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ മൂന്നാമത്തെ ബുക്ക് മാത്രം മാർക്കറ്റ് ചെയ്യുന്ന ഒരു മോശം ബിസിനസ്സുകാരനല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ. അപ്പോ അങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ കണ്ടിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞത് അത് ചിലപ്പോ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് മാത്രം കാണുന്നു. അതെ, വിമർശനങ്ങൾ അതും ആർക്കും ഉയർത്താവുന്നതാണ്, ഏത് ഘട്ടത്തിലും ഉയർത്താം. ആ ഏത് ഘട്ടത്തിൽ എന്നതിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ അതിനെ വിമർശിക്കപ്പെടുന്നതിലേക്ക് പിന്നീട് വരാം. ഈ ഘട്ടം ഒരു പ്രത്യേക ഘട്ടമാണ്. ഇപ്പോൾ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നു, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരമാണ്, യുവ സാഹിത്യകാരനുള്ള പുരസ്കാരമാണ്. ഈ ഘട്ടത്തിലുള്ള വിമർശനത്തെ മറ്റേതെങ്കിലും രീതിയിൽ അഖിൽ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പുസ്തകം പുറത്തു വന്നതിന് ശേഷം, ഇപ്പം ഞാനടക്കം വായിച്ചതാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം. ഞാൻ വളരെ എൻജോയ് ചെയ്ത് വായിച്ചൊരു പുസ്തകമാണ്. അപ്പം അങ്ങനെ വായനക്കാർ പല രീതിയിലുണ്ടാവും. പക്ഷേ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഇത്തരം വിമർശനങ്ങളെ അതിനെ വേറെ രീതിയിൽ കാണേണ്ടതുണ്ടോ അഖിൽ? അത് ഞാൻ എഴുതി തുടങ്ങിയത് ഫേസ്ബുക്കിലാണ്. അതായത് എന്റെ ബുക്കുകൾ എല്ലാം റിജക്ട് ചെയ്ത്, എല്ലാ പബ്ലിഷിംഗ് കമ്പനികളും റിജക്ട് ചെയ്തപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങി. ആ കാലത്ത് കുറെ ആൾക്കാർ പറഞ്ഞു ഫേസ്ബുക്ക് കണക്കുള്ള മീഡിയത്തിലൊക്കെ എഴുതാനുള്ളതാണോ കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ഞാനത് പ്രസിദ്ധീകരിച്ചപ്പോ സ്വന്തമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ പറഞ്ഞു, ഇപ്പൊ പച്ചക്ക് പറഞ്ഞു ഏത് തെണ്ടിക്കും ബുക്ക് പബ്ലിഷ് ചെയ്യാനായോ എന്നായി. പിന്നെ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് DC ബുക്സിലേക്ക് ബുക്ക് പോയി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇപ്പൊ കണ്ടവന്മാരുടെ എല്ലാം DC ബുക്സ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി എന്നായി. അത് കഴിഞ്ഞിട്ട് റാം കെയർ ഓഫ് ആനന്ദി ആൾക്കാർ വായിച്ചു തുടങ്ങിയപ്പോ ഇങ്ങനെയുള്ള ചവറുകളാണോ വായനക്കാർ വായിക്കുന്നതെന്നായി കുറ്റം. ഇപ്പം അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ ജൂറിക്ക്, കേന്ദ്ര സർക്കാരിനും അവിടുത്തെ അവാർഡിനുമായി ഇങ്ങനെയുള്ളവന്മാർക്കാണോ കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ കുറ്റങ്ങൾ കണ്ടെത്താനായിട്ട് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കല്ലേറുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ വഴിയിൽ ഈ പറഞ്ഞിട്ടുള്ള കല്ലേറുകളും എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഇനി ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോ ഇത് സത്യത്തിൽ അവാർഡ് എന്ന് പറഞ്ഞത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയാണ്. എന്റെ ഒരു അങ്ങനെ ഒരു ഡ്രീം ഒന്നും ഞാൻ സത്യത്തിൽ അതൊരു ഭയങ്കര ലക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗ്യം പോലെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനും എന്റെ സുഹൃത്തുക്കളും എന്റെ നാട്ടുകാരും എന്റെ കുടുംബവും എല്ലാം സന്തോഷിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് കല്ലുകൾ എറിയുമ്പോൾ ഇത്തിരി വിഷമം ഉണ്ടാകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇനിയും മുന്നോട്ട് തന്നെ പോകും. ഈ പറഞ്ഞിട്ടുള്ള ഏറുകളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ആരും എന്നെ തളർത്താമെന്ന് വിചാരിക്കേണ്ട, മുന്നോട്ട് തന്നെ പോകും. അതായത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിലൊരു പുതുമ തോന്നുന്നില്ല എന്നാണ് അഖിൽ പറയുന്നത്. പക്ഷേ ആരൊക്കെ വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആരൊക്കെ വിമർശിക്കുന്നു എന്നതിൽ അഖിൽ ഒരു പക്ഷേ ഒരു അമ്പരപ്പൊക്കെ ഉണ്ടാകാം.